പോയോ? ഒക്കെ മുങ്ങിയോ? സർവണ്ണത്തിന് വെല്ലുവിളിക്കുന്നു. അങ്ങനെ കിതാബ് ഇമാം സുയൂത്തി റളിയല്ലാഹു തആല ഉണ്ടെന്ന് തെളിയിച്ചാൽ കയ്യിൽ നിന്ന് പാനേനെ പറിച്ചു തരും. അവിടെ പറഞ്ഞ പണി കേൾക്കും. പച്ചക്കള്ളം ഇതിൽ പ്രചരിപ്പിക്കരുത്. ഈ കിതാബ് സുയൂത്തി ഇമാമിനുണ്ട്, അതിന്റെ കിതാബിന്റെ ചട്ട പേസ്റ്റ് ചെയ്യും. എന്നിട്ട് നമുക്ക് ഇൻഷാല്ലാഹ് ബാക്കി സംസാരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നൗഫൽ ഭായ്, ഞങ്ങളൊരു കിതാബ് ഇട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് തരും കേട്ടോ. ആ കാര്യത്തിൽ ഒരു ബേജാറും വേണ്ട. വെല്ലുവിളിക്ക് അതിനായിട്ട് നിങ്ങൾ വളർന്നിട്ടില്ല. അപ്പൊ കിതാബ് ഇട്ടരും. ഇനി ആ കിതാബ് സുയൂത്തിയുടേതാണ് എന്ന് പറഞ്ഞ നിങ്ങളുടെ പണ്ഡിതന്മാരെയും ഉദ്ധരിച്ചു തരും. വെയിറ്റ്. ആ വെല്ലുവിളിക്കൽ തെളിയിച്ചേരി മുഴുവങ്ങൾ കുല്ലും മജ്മുഅം കൂടി പച്ചക്കള്ളം ആദ്യം നിങ്ങൾ തെളിയിച്ചേണ്ടതാണ്. മനസ്സിലായില്ലേ? നിങ്ങൾ എന്നും കളവ് പറയും. ഏത് സംവാദം കഴിഞ്ഞാൽ ഒരു കളവ് നിങ്ങളിൽ നിന്ന് പിടിക്കപ്പെടും. സുയൂത്തി ഇമാമിന്റെ കിതാബിന്റെ ചട്ട കാണിച്ചെണ്ണം. മനസ്സിലായില്ലേ? സുയൂത്തി ഇമാമിന്റെ കിതാബാണ് തെളിയിച്ചേരി. എന്നിട്ട് മതി ബാക്കി. പച്ച നുണ. ഈ ഗ്രൂപ്പിലുള്ള എല്ലാ അംഗങ്ങളും കേൾക്കണം. ഇത് വഹാബികളുടെ അടവാണ്, പച്ച നുണയാണ്. ഈ വെല്ലുവിളി നിങ്ങളൊക്കെ കേൾക്കണം. സുയൂത്തി ഇമാമിന്റെ പേരിൽ അങ്ങനെ ഒരു കിതാബില്ല. ഞാൻ വാദിക്കുന്നു. അൽ അംറു ബിൽ ഇത്തിബാ എന്ന് പറയുന്ന കിതാബില്ല. അതിന് മാത്രം മുജാഹിദുകൾ വളർന്നിട്ടില്ല. മനസ്സിലായില്ലേ? തെളിയിച്ചേരി. എന്ന് പറയുന്ന കിതാബ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വിരുദ്ധമായിക്കൊണ്ട് പരിശുദ്ധ ഖുർആനിൽ വന്ന് തള്ളുന്ന ആളുകളാണ് നിങ്ങള്. ഹദീസിൽ വന്ന കാര്യങ്ങളെ തള്ളുന്ന ആളുകളാണ് നിങ്ങള്. പിന്നല്ലേ നിങ്ങളെ ഇമാമിങ്ങൾ തള്ളാൻ നിങ്ങൾക്ക് മടി അല്ലേ? ഈ അൽ അംറു ബിൽ ഇത്തിബാ വന്നഹ്യു അനിൽ ഇബ്തിദാ എന്ന് പറയുന്ന കിതാബ് ഇമാം സുയൂത്തിയുടെ കിതാബാണോ എന്ന് പറയുന്നത് നിങ്ങളുടെ പണ്ഡിതൻ തന്നെയാണ്, യൂസുഫ് ഇസ്മാഈലുൻ നബഹാനി. മനസ്സിലായോ? നിങ്ങളെ ജാമിഉ കറാമാത്തിൽ ഔലിയൊക്കെ ഉണ്ടല്ലോ, അലിഫ് നീട്ടി അടിക്കുന്ന കറാമത്തൊക്കെ പറയുന്ന ജാമിഉ കറാമാത്തിൽ ഔലി ഉണ്ടല്ലോ, അതിന്റെ മുസന്നിഫ് അദ്ദേഹത്തിന്റെ കിതാബിൽ എടുത്തുദ്ധരിക്കുന്നു എന്ത്? ഖാലൽ ഹാഫിളു സുയൂത്തി ഫീ ആഖിരി കിതാബിഹി അൽ അംറു ബിൽ ഇത്തിബാ വന്നഹ്യു അനിൽ ഇബ്തിദാ. ഇമാം സുയൂത്തി അദ്ദേഹത്തിന്റെ കിതാബായ പിന്നെ അൽ അംറു ബിൽ ഇത്തിബാ വന്നഹ്യു അനിൽ ഇബ്തിദാന്റെ അവസാനത്തിൽ പറയുന്നു. മനസ്സിലായോ? ഇനി യൂസുഫ് നബഹാനിയെ തള്ളുവോ? യൂസുഫ് നബഹാനിയെ തള്ളുവോ? ഇനി നിങ്ങള് ഇതേ മുജാഹിദുകളോടുള്ള വെല്ലുവിളിയാണ് കേട്ടോ. നിങ്ങളെ ഔലിയാക്കന്മാരെ ജാറത്തിങ്കിൽ പോയിക്കാണ് ചോദിക്കണ മാറില്ല. മുജാഹിദുകളെ വെല്ലുവിളി തെളിയിക്കപ്പെടാൻ പോവുകയാണ്. അതിന്റെ ഇബാറത്ത് ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. പുസ്തകത്തിന്റെ ഫോട്ടോ ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. കിതാബ് കാണണമെങ്കിൽ ഇനി കണ്ടോളൂ. ജലാലുദ്ദീൻ സുയൂത്തി എന്ന ആളുടെ പേരിൽ പറയപ്പെടുന്നു എന്നതല്ല, നിങ്ങൾ അംഗീകരിക്കുന്ന നിങ്ങളുടെ ജാമിഉൽ കറാമാത്തുൽ ഔലിയ എന്ന് പറയുന്ന കിതാബിന്റെ മുസന്നിഫായ യൂസുഫ് നബഹാനി പറയുന്നു. ഇവിടെ വെല്ലുവിളിച്ചില്ലേ? തെളിയിക്കാൻ ധൈര്യമുണ്ടോ എന്ന്? ഇതാ തെളിയിക്കുന്നു. ഖാലൽ ഹാഫിളു സുയൂത്തി ഫീ ആഖിരി കിതാബിഹി. ഏത് കിതാബ്? സുയൂത്തി ഇമാം അദ്ദേഹത്തിന്റെ കിതാബിന്റെ അവസാനത്തിൽ പറയുന്നു. എവിടെ? അൽ അംറു ബിൽ ഇത്തിബാഇ വന്നഹ്യു അനിൽ ഇബ്തിദാ എന്ന് പറയുന്ന കിതാബിന്റെ അവസാനത്തിൽ പറയുന്നു എന്ന് പറയുന്നത് യൂസുഫ് നബഹാനിയാണ്. തള്ളുമോ നിങ്ങൾ? എന്നിട്ട് ഇബ്നു തൈമിയ്യയുടെ കിതാബിൽ നിന്ന് എടുത്തുദ്ധരിച്ചതാണ് എന്ന് പറഞ്ഞത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഇബ്നു തൈമിയ്യയുടെ കിതാബിൽ നിന്ന് ഇത് ഉദ്ധരിച്ചതാണ് എന്ന് ആര് പറഞ്ഞു നിങ്ങളോട്? പണ്ട് നിങ്ങൾ പറഞ്ഞിരുന്നു പല വാദങ്ങളും. കിതാബുകളിൽ നിങ്ങൾ തിരിമറി നടത്തുന്നത് പോലെ മുജാഹിദുകൾക്ക് ഒരിക്കലും തിരിമറി നടത്തേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ധരിക്കുക. ഇവിടെ പറഞ്ഞ കാര്യമെന്താ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ആ വഫാത്തിന് ശേഷം സ്വഹാബത്ത് ജീവിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷം ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും വന്നിട്ടും ഒരു സ്വഹാബി പോലും അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ അടുക്കൽ വന്ന് ഇസ്തിഗാസ നടത്തിയിട്ടില്ല. അതുപോലെ തന്നെ ഇസ്തിസ്കാർ നടത്തിയിട്ടില്ല. അല്ലാഹുവിന് വേണ്ടിയിട്ട് അല്ലാഹുവിനോട് മഴയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുകയോ ഇസ്തിഗാസ നടത്തുകയോ ചെയ്തിട്ടില്ല. ഇതല്ലേ ഗണ്ണിക്കേണ്ടത്? അതുണ്ടെങ്കിലല്ലേ, ഏതെങ്കിലും സഹാബി ചെയ്തിട്ടുണ്ടെങ്കിലല്ലേ കൊണ്ടുവരേണ്ടത്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെയും കൊണ്ട് മുസല്ലയിലേക്ക് പുറപ്പെട്ടു എന്ന് ഹദീസുകളിൽ വന്നതല്ലേ, മുത്തഫഖുൻ അലൈഹിയായ ഹദീസുകളിൽ വന്നതല്ലേ. തള്ളുകയാണോ നിങ്ങൾ? ഈ പറഞ്ഞ സംഭവം ശരിയല്ലേ?
സുയൂത്തിയാണ് പറഞ്ഞത് എന്ന് ഞാൻ തെളിയിച്ചു കഴിഞ്ഞു. ഇനി ഇബ്നു തൈമിയയാണ് പറഞ്ഞിട്ടുള്ളത് എങ്കിലോ ശരിയല്ലേ സംഭവം? ഇബ്നു തൈമിയ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തള്ളാൻ പറ്റുമോ? ഇബ്നു തൈമിയ റഹിമഹുല്ലയെ കുറിച്ച് നിങ്ങൾക്ക് തള്ളാൻ പറ്റുമോ? തൈമിയ റഹിമഹുല്ല എന്ന് പറഞ്ഞാൽ മുജാഹിദിന്റെ നേതാവായിട്ടാണ് നിങ്ങൾ പരിചയപ്പെടുത്തുന്നത്. നിങ്ങളുടെ ഇമാമിങ്ങൾ തന്നെ മുല്ല അലിയുൽ ഖാരി അദ്ദേഹവും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ശിഷ്യനായിരുന്ന ഇബ്നു ഖയ്യിമും ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് എന്ന് ഞാൻ ഇവിടെ വായിച്ചിരുന്നു. എന്താ മൊയ്ലിയാർ മിണ്ടാതിരുന്നത്? മിർക്കാത്തിന്റെ വിവാദത്ത് ഞാൻ ഇവിടെ വായിച്ചില്ലേ? എന്തേ മുസ്ലിയാർ അതിനെ തൊടാതിരുന്നത്? നിങ്ങൾക്ക് ഇസ്തിഗാസ നടത്തപ്പെടേണ്ട ആളാണ് ആര്? ഇബ്നു തൈമിയ ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ് എന്ന് മുല്ല അലിയുൽ ഖാരി അദ്ദേഹത്തിന്റെ മിർക്കാത്തിൽ രേഖപ്പെടുത്തുന്നു. ഇനി കേട്ടോ, ജലാലുദ്ദീൻ സുയൂത്തി റഹിമഹുല്ല പറയുന്നത് ഇബ്നു തൈമിയയെ കുറിച്ച് അശ്ശൈഖ് അൽ ഇമാം അൽ അല്ലാമ അൽ ഹാഫിദ് അൻ നാകിദ് അൽ ഫഖീഹ് അൽ മുജ്തഹിദ് അൽ മുഫസ്സിറുൽ ബാരിഹ് അശ്ശൈഖുൽ ഇസ്ലാം അല്ലമുൽ സഹാദ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വിശദീകരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, മുജ്തഹിദാണ്, കർമ്മശാസ്ത്ര പണ്ഡിതനാണ്, നിപുണനായ മുഫസ്സിറാണ്, അതുപോലെ തന്നെ നിരൂപകനാണ്, ഹാഫിദാണ്, അല്ലാമയാണ്, ഇമാമാണ്. ആര്? മുജാഹിദിന്റെ കേരളത്തിലെ മുജാഹിദുകളല്ല പറയുന്നത്. നിങ്ങൾ ഇവിടെ കുറെ കള്ളക്കഥകൾ ഉദ്ധരിച്ചില്ലേ? അൽഹാബിലിൽ ഫതാവയിൽ നിന്ന് സൂഫിസത്തിന്റെ ഹിക്കായത്ത് ഉദ്ധരിച്ചില്ലേ? അതേ ജലാലുദ്ദീൻ സുയൂത്തിയാണ് പറയുന്നത്. ആരെക്കുറിച്ച്? ഇബ്നു തൈമിയയെ കുറിച്ച്. ഇബ്നു തൈമിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരാണ് അവരൊക്കെ. അതുപോലെ തന്നെ ഇബ്നു ഹജറുൽ അസ്കലാനി രേഖപ്പെടുത്തുന്നു. ആരാണ് ഇബ്നു തൈമിയ? അൽ ഇമാമുൽ ആലിമുർ റബ്ബാനി വൽ ഹബറുൽ ബഹറുൽ കുതുബുൻ നൂറാനി ഇമാമുൽ അഇമ്മ ബറകത്തുൽ ഉമ്മ അല്ലാമത്തുൽ ഉലമ വാരിസുൽ അംബിയ ആഖിറുൽ മുജ്തഹിദീൻ. സുബ്ഹാനല്ലാഹ്, അവസാനത്തെ മുജ്തഹിദാണ് ആര്? ആര്? ഇബ്നു തൈമിയ. അമ്പിയാക്കന്മാരുടെ അനന്തരാവകാശിയാണ്, അല്ലാമയാണ്, അതുപോലെ ഈ സമുദായത്തിന്റെ ബറക്കത്താണ്, അയിമ്മത്തിന്റെ ഇമാമാണ്. ആരാ പറയുന്നത്? ഇബ്നു ഹജറുൽ അസ്കലാനി ഇബ്നു തൈമിയയെ പറ്റി. ഇതേ ഇബ്നു തൈമിയ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിൽപ്പെട്ട ആളാണ്, വലിയാണ് എന്ന് പറഞ്ഞതും നിങ്ങളുടെ പണ്ഡിതന്മാർ. എങ്ങനെ തള്ളും നിങ്ങൾ? ഇവരെയൊക്കെ തള്ളേണ്ടേ? തള്ളുകയാണ് എങ്കിൽ ഇബ്നു തൈമിയയെ മാത്രം നിങ്ങൾ തള്ളുന്നു.